عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وأصحابه الفائزين بإذن الله أما بعد. ആദരണീയരായ ഉസ്താദന്മാര്, സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് KMICയുടെ റേഡിയോ ശ്രോതാക്കളായ സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ് നമ്മുടെ ആത്മീയമായ സദസ്സ് സമാപിച്ചു. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വെച്ച് മഹാനായ ഷൗക്കത്ത് സഖാഫി ഉസ്താദ് അവർ ദുആ ചെയ്തു. അള്ളാഹു നമ്മുടെ ദുആഇനെ സ്വീകരിക്കുമാറാവട്ടെ. മുസ്തഫ അലൂര് പറഞ്ഞ മാതിരി ഈ ദുആയാണ് നമ്മുടെയൊക്കെയും ലക്ഷ്യം. നമ്മളൊക്കെയും ഏതെങ്കിലും ഒരു സമയത്ത് മരിക്കുന്ന സമയത്ത് മരിച്ചുവെന്ന് കേൾക്കുമ്പോ ആരെങ്കിലൊക്കെ ഒരു ദുആക്കുണ്ടാവും. ഉമ്മുറയ്യാൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ KMICയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ മരിച്ചാൽ മതിയായിരുന്നു. ഞാൻ ചോദിച്ചു എന്തേന്ന് ചോദിച്ചു. ആ പേരിലേക്ക് കുറച്ച് ഖത്തമും ദുആയും കിട്ടുമല്ലോ എന്നാണ്. ഞാൻ പറഞ്ഞു നിക്ക് വേറൊരു പൊന്നും കത്താനാണ്. അപ്പൊ എല്ലാരും ആഗ്രഹിക്കുന്നത് ഈ ദുആയാണ്. മൂപ്പത്തിയുടെ ആഗ്രഹമാണത്. നമ്മളിങ്ങനെ KMICയുമായി യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ മരിക്കുമ്പോൾ ചിലപ്പം മരിച്ച വിവരമൊന്നും ആരും അറിയില്ല. അള്ളാഹു മരണം വരെ ഈ ക്ലാസ് റൂമിന് വേണ്ടി ദീനിനിക്ക് ഉപകരിക്കുന്ന നിലക്ക് സാധാരണക്കാർക്കും സ്വന്തം ജീവിതത്തിലും ഉപകരിക്കുന്ന നിലക്ക് അള്ളാഹു മരിക്കുന്നത് വരെ നമ്മുടെ ആയുസ് നിലനിർത്തി തരുമാറാവും. മൂപ്പത്തിയുടെ ആഗ്രഹമാണ്. കാരണം ഉമ്മ മരിച്ചപ്പോ 100 ചില്ലാ ഖത്തമും ഒരുപാട് ദുആയൊക്കെ ലഭിച്ചപ്പോ അതേമാതിരി നിങ്ങളിങ്ങനെ KMICയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ മരിക്കുമ്പോ എനിക്കും അബൂറയ്യാന്റെ ഭാര്യ മരിച്ചിരിക്കണത്രേ കുറച്ച് ഖത്തമും ദുആയൊക്കും കിട്ടും. അങ്ങനെ അപ്പൊ എല്ലാ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് KMICയുടെ മുഴുവൻ ശ്രോതാക്കളുടെയും ഒരാഗ്രഹമാണ് ഈ KMICക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാരണത്താല് ഒരു ദുആ ലഭിക്കും. അല്ലാഹു തആല നമ്മുടെ മരണാനന്തരം നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരുപാട് മുഅ്മിനീങ്ങളെ അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളൊക്കെ മരിച്ചുവെന്ന് കേൾക്കുമ്പോ ഒരുപാട് സ്വാലിഹീങ്ങളും ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും നമ്മളുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാനും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, പ്രത്യേകിച്ച് നമ്മുടെ മരണാനന്തരം നമ്മെക്കുറിച്ച് നന്മ പറയുന്ന ഒരു വിഭാഗം മുഅ്മിനീങ്ങൾ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതായിരുന്നാലും നമ്മുടെ സാധാരണഗതിയിൽ ഉമ്മയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യാറുള്ളത്. പലപ്പോഴും നമ്മുടെ മൗലിദ് കഴിയാൻ സമയം വഴുകുന്നു. അത് രാവിലെ എന്തെങ്കിലൊക്കെയും ഒരു 10 മിനിറ്റ് ആ സമയത്തും പറയാറുണ്ട്. ഏതായിരുന്നാലും ഇന്ന് നമ്മുടെ അബുആസിം ഉസ്താദിന്റെ ക്ലാസിന്റെ ടൈമാണ്. ഏകദേശം ടൈമായിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് ഉസ്താദ് എത്തും. ഒരുപാട് റേഡിയോ ശ്രോതാക്കളും ക്ലാസ് റൂമിലുള്ളവരൊക്കെയും വളരെ പഠനാർഹമായ, പഠിക്കേണ്ടതാണ് എന്ന ഒരു ചിന്തയിലേക്ക് നമ്മുടെ തജ്വീദിന്റെ ക്ലാസ്, പ്രത്യേകിച്ച് അബുആസിം ഉസ്താദിന്റെ ഏതു സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ ഓരോ അക്ഷരങ്ങളും വിശദീകരിച്ച് പറയുമ്പോ അതിന്റെ ഗൗരവം ഞാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. മുമ്പൊക്കെയും ഉണർത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ വളരെ നിർബന്ധമുള്ള വിഷയം തന്നെയാണ്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത, ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഷയമാണ് 29 അക്ഷരങ്ങൾ. അവയുടെ മഖ്റജിൽ നിന്ന് പുറപ്പെടുവിച്ച് സംസാരിക്കാനുള്ള കഴിവുണ്ടാക്കുക. നമ്മുടെ മക്കൾക്ക് ഇംഗ്ലീഷും സ്പോക്കൺ ഇംഗ്ലീഷും മറ്റു ഭാഷകളൊക്കെയും ഞാൻ പഠിപ്പിക്കാൻ താല്പര്യം കാണിക്കുന്നത് പോലെ വളരെ വ്യക്തമായി താല്പര്യം കാണിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മുടെ തജ്വീദിന്റെ. ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് സംബന്ധമായി ഞാൻ ഇന്ന് ഉംറയുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നില്ല. കാരണം ഏകദേശം 11 മണി ആയിട്ടുണ്ട്.
ഒരു 11:10 11:15 ആകുമ്പോഴേക്ക് ഉസ്താദ് എത്താറുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും തജ്വീദുമായി ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാവരും ഉംറയ്ക്ക് ഒരുപാട് മസ്അലകൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ഇന്നലെ നമ്മുടെ ഒരു സുഹൃത്ത് എനിക്ക് വിളിച്ചിരുന്നു. നമ്മുടെ സിംഗപ്പൂരിൽ നിന്നാണ് അദ്ദേഹം ഉംറയ്ക്ക് പോകുന്നത്. നമ്മുടെ ക്ലാസ് റൂമിൽ അറിയപ്പെട്ട ഐഡിയാണ് എന്താണ്, അലിറാം മോൻ അല്ലെ. അലിറാം മോൻ എന്ന് പറയുന്ന ഐഡിയയിലുള്ള അദ്ദേഹം കർണാടകയിലുള്ള ആളാണ്. സിംഗപ്പൂരിൽ ഒരു സോഫ്റ്റ് എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ്. അവിടുന്ന് ഉംറയ്ക്ക് പോവുക. അപ്പൊ അവിടേക്കൊരു പ്രത്യേക സ്വഭാവം എന്തത്ര, എന്താ സ്വഭാവം? അതായത് നമ്മുടെ ഇവിടത്തെ മാതിരിയല്ല. ഈ മക്കന, മുഖമക്കന ഏകദേശം കാലിന്റെ മുട്ട് മറയുന്ന രൂപത്തിലുള്ള മുഖമക്കനയായിരിക്കുന്നു. ഹജ്ജിന് പോകുമ്പോൾ അല്ലാത്ത സമയത്തേക്കും സ്ത്രീകൾ ധരിക്കുന്ന മുഖമക്കന എന്താണ്, കാലിന്റെ, അതായത് നമ്മുടെ സഖാഫി ഉസ്താദുമാരൊക്കെയും കുപ്പായത്തിന്റെ രൂപം പറഞ്ഞതുപോലെ ചന്തി പോലും മറയുന്ന രൂപത്തിലുള്ള വലിയ മക്കന. അപ്പൊ ചിലപ്പം അങ്ങനത്തെ മക്കന ധരിക്കുമ്പോ സ്ത്രീകളുടെ കയ്യും അതുകൊണ്ട് മറയും. സ്ത്രീകളുടെ കൈ അതുകൊണ്ട് അത് മറയും. അതായത് കയ്യ് തൂക്കിയിട്ടാലും, ശ്രദ്ധിക്കണം, കയ്യ് തൂക്കിയിട്ടാലും എന്താവും, നമ്മൾ ഈ മുഖമക്കന കാരണം കാൽമുത്ത് വരെ ഉണ്ടാവും. ഷൗക്കത്ത് സഖാഫിക്കൊക്കെ അറിയാം, കാരണം മലേഷ്യയിലൊക്കെ അങ്ങനെ. അപ്പോ ഈ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുമ്പോ അങ്ങനത്തെ മക്കനെയാണ് സാധാരണ ധരിക്കാറുള്ളത്. അപ്പോ കയ്യും മറയും അതോടുകൂടെ. അപ്പൊ അത് ഇഹ്റാം ധരിച്ചതിനു ശേഷം, ഇഹ്റാം ചെയ്തതിനു ശേഷം അങ്ങനെ മുഖമക്കന കൊണ്ട് ഒരു പെണ്ണിന്റെ മുൻകൈ മറയുമ്പോൾ നോക്കൂ നിങ്ങൾ, അത് ഓരോ നാട്ടിലുള്ള അവസ്ഥകൾ നമുക്ക് നമ്മളോട് ചോദിക്കുമ്പോഴാണ് പലപ്പോഴും അതിന്റെ ഇസ്ലാമിക വശങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകമായ രൂപങ്ങളും ഭാവങ്ങളൊക്കെയും ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുന്ന വസ്ത്രങ്ങളിലൊക്കെയും ഉണ്ട്. പക്ഷേ അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെയും നാം അറിയേണ്ട മസ്അലകളൊക്കെയും നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്. ഏതായിരുന്നാലും അത്തരം ഒരു ചർച്ചയിലേക്ക് കടക്കാൻ നമുക്ക് സമയമില്ല. ഖിറാഅത്ത് അഥവാ ഒരു തജ്വീദിന്റെ ക്ലാസ് ആണല്ലോ നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഖിറാഅത്ത് എന്ന ഒരു വിഷയം എടുത്ത് നമ്മൾ സംസാരിക്കുമ്പോ എന്തെല്ലാം മസ്അലകൾ അതിൽ കടന്നു വരും. ചിലപ്പം മസ്അലകൾ അറിയാത്തതിന്റെ പേരിൽ എത്ര ആളുകളുടെ നിസ്കാരം തന്നെ ബാത്തിലാവും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ചിലപ്പം ജമാഅത്തായി നമ്മൾ നിസ്കരിക്കുമ്പോ ഒന്നിരിക്ക ഇമാമാവും അല്ലെങ്കിൽ മൗമൂമാവും. ഇമാമായാലും മൗമൂമായാലും ചിലപ്പം ഇമാമിന് ഖിറാഅത്ത്, ഇമാം ഇങ്ങനെ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കാൻ, ഇമാമൊരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ഇമാമ് സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോ അവനൊരു പിഴവ് സംഭവിച്ചു. ഇമാമിന് എന്തോ ഒരു പിഴവ്, അല്ലെങ്കിൽ ഒരായത്തോടി അടുത്ത ആയത്ത് ഓതാൻ കിട്ടുന്നില്ല. എത്രയോ സാധാരണക്കാര് അവിടെ വരുന്നൊരു അബദ്ധാണ്. അവനിക്ക് ബാക്കിൽ നിൽക്കുന്ന മഅ്മൂമിനിക്ക് നല്ല കാണാപാഠമുള്ള സൂറത്തായിരിക്കും, നല്ല എക്സ്പോർട്ടുള്ള സൂറത്തായിരിക്കും. ഇമാം ഇങ്ങനെ തപ്പിപ്പഴക്കുകയാണ്. ഇമാമ് തപ്പിപ്പഴച്ചപ്പോ ഉദാഹരണം പറയാ, ثم لا يموت فيها ولا يحيا قد أفلح من تزكى. ഈ ثم لا يموت فيها ولا يحيا ഓൻ അവരങ്ങനെ കടന്ന് കളിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ചില സാധാരണക്കാരെന്ത് ചെയ്യും, പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഖദ് അഫ്ലഹ മൻ തസക്ക എന്നെന്ത് ചെയ്യും, അത് പറഞ്ഞു കൊടുക്കും. പക്ഷെ അവരുടെ രണ്ട് മൂന്നാല് മസ്അല അവരെ ശ്രദ്ധിക്കാൻ, നമ്മൾ ഖിറാഅത്ത് എന്നൊരു വിഷയം എടുത്ത് ഒരു ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നിസ്കാരത്തിൽ അരിയൽ നിർബന്ധമായ ഒരുപാട് ചർച്ചയിലേക്ക് ആ ഒരു വിഷയം കടന്നു വരും. അവിടെ യഥാർത്ഥത്തിൽ വേണ്ടതെന്താ, ഇമാമിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തറദ്ദുദായും കൊണ്ടിരിക്കുക. തറദ്ദുദാവുക എന്ന് പറഞ്ഞാൽ ഓനിങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുക. ഇപ്പൊ ശരിയാവും, ഇപ്പൊ കിട്ടും, ഓനൊന്ന് ഓതും, പിന്നെയും ബാക്കിൽ കൊടുക്കും, പിന്നെയും ഓതും. ഇങ്ങനെ അതിന് അറബിയിൽ പറയും, ഇങ്ങനെ ഓനങ്ങനെ തറദ്ദുദായും കൊണ്ടിരിക്കുക. ഓനിങ്ങനെ ഓതിക്കൊണ്ട് മടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചില വിവരമില്ലാത്ത മൗമൂമിങ്ങൾ
നിക്കല്ല വിവരമുണ്ട്, സൂറത്തൊക്കെയും കാണാതെ അറിയുമെന്നൊരു ഭാവനയിൽ ഖദ് അഫ്ലഹ മൻ തസക്കാന ഓതിക്കൊടുക്കും. പക്ഷെ അവിടെ നിസ്കാരം മനസ്സിലായി ഇനി അവനത് കിട്ടൂല എന്ന് ഇമാം ഉറപ്പിച്ചിരിക്കുന്നു എന്ന നിലക്ക് ഓൻ ആ ഓത്ത് പൂർണ്ണമായും അവിടെ നിർത്തി സ്റ്റക്കാക്കി. ഇനി ഇമാമിന് ഓതാൻ കിട്ടൂല, ഇനി മൗമൂമീങ്ങള് ഓർമ്മപ്പെടുത്തി തരികയാണെങ്കിൽ ശ്രദ്ധിക്കണം, മൗമൂമീങ്ങൾ ഓർമ്മപ്പെടുത്തി തരികയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓതാം എന്നൊരു അവസ്ഥയിലേക്ക് ഇമാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് മൗമൂമ് അത് ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഈ ഓർമ്മപ്പെടുത്തി കൊടുക്കുമ്പോ തന്നെ അവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട, ഷാഫി മദ്ഹബിൽ പ്രബലമായ അഭിപ്രായ പ്രകാരം ഒരാൾ ഖദ് അഫ്ലഹ മൻ തസക്ക എന്ന് ഇമാമിന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി, ഇമാമിന് കിട്ടാത്ത ഒരു ആയത്ത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു മനസ്സിലാക്കി ഓതിക്കൊടുക്കുമ്പോ ഇമാമിനെ എന്ത് ചെയ്യുക, ഇമാമിനെ ഓർമ്മപ്പെടുത്തുക എന്ന ഉദ്ദേശപ്രകാരം മാത്രം ഒരാൾ ഖദ് അഫ്ലഹ മൻ തസക്ക എന്ന് ഓതലോട് കൂടെ നിസ്കാരം അവിടെ വാത്തിലാവും. പല സാധാരണക്കാരൊക്കെ ശ്രദ്ധിക്കാത്ത ഇതേ അവസ്ഥ ചിലപ്പം ഇമാമിന് എന്തെങ്കിലും അബദ്ധങ്ങൾ വരുമ്പോ സുബ്ഹാനല്ലാഹ് ചൊല്ലി മൗമൂമീങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കും. ഇപ്പൊ ഇമാമ് മൂന്നാമത്തെ ഉദാഹരണം പറയാ, 4 റക്അത്തുള്ള നിസ്കാരാണ്, ഇമാമ് ഓർമ്മയില്ലാതെ മൂന്നാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്തിന് ഇരുന്നു. അപ്പൊ മൗമൂമീങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കൽ സുന്നത്തുണ്ടല്ലോ അല്ലെ, ഓർമ്മപ്പെടുത്തി കൊടുക്കുക. അതെങ്ങനെ? സുബ്ഹാനല്ലാഹ്, സ്ത്രീകളാണെങ്കിൽ കയ്യടിക്കുക, പുരുഷന്മാരാണെങ്കിൽ സുബ്ഹാനല്ലാഹ് ചൊല്ലുക എന്നൊക്കെയാണല്ലോ ഇതിന്റെ മസ്അല. പക്ഷെ എത്രയോ സാധാരണക്കാർ ശ്രദ്ധിക്കാത്തൊരു മസ്അലയാണ്. ഇമാമ് ഓർമ്മയില്ലാതെ 4ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു നിൽക്കാതെ 3ാമത്തെ റക്അത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ ചില മൗമൂമീങ്ങൾ സുബ്ഹാനല്ലാഹ് 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 അവിടെ നിസ്കാരത്തിൽ ാത്തൊരു കോലം വരും, വെറും സുബ്ഹാന ഇമാമിനെ മാത്രം മനസ്സിലായില്ല ഓർമ്മപ്പെടുത്താൻ തക്ബീർ പാറ്റുണ്ടോല്ലോ, മനസ്സിലായില്ല. എന്താ ഉസ്താദ് ചോദിച്ച ചോദ്യക്ക് മനസ്സിലായില്ലട്ടോ. ഓർമ്മപ്പെടുത്താൻ തക്ബീർ പറ്റുമോനോ? കേട്ടിട്ടില്ല. സാധാരണ ഇപ്പൊ സുബ്ഹാനല്ലാഹ് പോലത്തത് കൊണ്ട് ഓർമ്മപ്പെടുത്താനാണ്. അല്ലാഹു അക്ബർ പറ്റുമോ എന്ന് ചിലപ്പോ ഇനിയിപ്പോ ഏതെങ്കിലും അതായിരിക്കും ചോദ്യല്ലേ, അതായിരിക്കും ചോദ്യം. ഹംദ് സാധാരണ സുബ്ഹാനല്ലാഹ് കേട്ടില്ലത്. ചിലപ്പോ ഫിഖിന്റെ കിതാബൊക്കെ നോക്കിയാൽ ചിലപ്പം അങ്ങനെയൊക്കെ വിളിച്ച കൗലുണ്ടോന്ന് അറിയില്ല. അറിയപ്പെട്ടത് സുബ്ഹാനല്ലാഹ്. ഏതായാലും നമുക്ക് അയിമപ്പറ്റി ചർച്ച ചെയ്യാം. അപ്പൊ 4 കോലം വരും. വെറും ഇമാമിനെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം കരുതുക. ഇതേ മസ്അല അവരും വരും. ഇമാമായി നിസ്കരിക്കുമ്പോ ഇന്തിഖാലാത്തിന്റെ തക്ബീറത്തുകൾ, ഇന്തിഖാലാത്താണ് പോക്കുവരവുകളിലുള്ള തക്ബീർ. സുജൂദിലേക്ക് പോകുമ്പോ, റുക്കൂഇലേക്ക് പോകുമ്പോ, സുജൂദിൽ നിന്ന് ഉയരുമ്പോലൊക്കെ ചെല്ലുന്ന തക്ബീറുകൾ, ഇവരൊക്കെയും എന്ത് ചെയ്യുക? ഇപ്പൊ ഇമാമ് മൗമൂമീങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രം അല്ലാഹു അക്ബർ, സുജൂദിൽ നിന്ന് ഇമാമ് ഉയരുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറയൽ അത് ഇമാമാണെങ്കിലും മൗമൂമാണെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണെങ്കിലും സുന്നത്താണ്. പക്ഷെ ആ ഇമാമ് ഈ സുജൂദിൽ നിന്ന് ഉയരുമ്പോ അവന്റെ ഉദ്ദേശം എന്ത് മാത്രാണ്? ഞാൻ സുജൂദിൽ നിന്ന് ഉയരുന്നത് മൗമൂമീങ്ങൾ അറിയണം, ഈ തക്ബീർ കൊണ്ട് മൗമൂമീങ്ങൾ അറിയണം എന്ന കരുത്ത്
മാത്രമാണ് എങ്കിൽ അവിടെയും ഈ നിയമം ബാധക. അപ്പൊ 4 കോലം. ഒന്ന്, ഇമാമാണെങ്കിൽ മൗമൂമിനെ ഓർമ്മപ്പെടുത്തുന്നു മാത്രം, അല്ലെങ്കിൽ മൗമൂമ് സുബ്ഹാനല്ലാഹ് പറയുന്ന നേരത്ത് എന്തുമാത്രം കരുതുക, ഇമാമിനെ ഓർമ്മപ്പെടുത്തുന്നു മാത്രം കരുതുക, അല്ലെങ്കിൽ ഒന്നും കരുതാതിരിക്കുക, അല്ലെങ്കിൽ ദിക്റിന് മാത്രം കരുതുക, അല്ലെങ്കിൽ ദിക്റും ഇമാമിനെ ഉണർത്തുന്നു എന്നും കരുതുക. ഈ 4 കോലം വരും. അതിൽ 2 കോലത്തിൽ നിസ്കാരം ബാത്തിലാകും, 2 കോലത്തിൽ നിസ്കാരം ബാത്തിലാകൂല. ഇമാമിനെ ഉണർത്തുന്നു മാത്രം കരുതൽ കൊണ്ടും ഒന്നും കരുതാത്ത രൂപത്തിലും നിസ്കാരം ബാത്തിലാകും. ദിക്ർ എന്ന് മാത്രം കരുതി, അല്ലെങ്കിൽ ദിക്റും ഇമാമിനെ ഉണർത്തുകയും ചെയ്യുന്നു എന്ന് കരുതി, ഇങ്ങനെ ഈ 2 കോലത്തിൽ നിസ്കാരം ബാത്തിലാവുകയുമില്ല. ഇത് പോക്കുവരവുകളിൽ ഇമാമു തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന നേരത്തിലും അത് ബാധക. നോക്കി, ഇതൊന്നിപ്പോ ഒരു സാധാരണക്കാരൊന്നും ഇമാമും മൗമൂമായി നിസ്കരിക്കുമ്പോ പലവരും ശ്രദ്ധിക്കാത്ത ചില വിഷയങ്ങളാണ് ഇതൊക്കെ. പിന്നെ അവിടെ വേറൊരു അഭിപ്രായം വേണമെങ്കിൽ പറയാം. ഈ ഓരോ തക്ബീറിന്റെ നേരത്തും ഇങ്ങനെ കരുതണോ, ഒന്നായിട്ടൊരു കരുത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോ തന്നെ തക്ബീറത്തിലേറാൻ ചെല്ലിയ ഉടനെ തന്നെ ഞാൻ ഈ ചെല്ലുന്ന അല്ലാഹു അക്ബറും സമി അല്ലാഹു ഹമീദി ഇതൊക്കെ ഒരു ദിക്റാണെന്ന് ഒറ്റടിക്ക് ഒന്നായിട്ട് കരുതിയാൽ മതിയോ? അതല്ല, സുജൂദിലേക്ക് പോകുമ്പോ, റുക്കോയിലേക്ക് പോകുമ്പോ, റുക്കോയിൽ നിന്ന് ഉയരുമ്പോ, സുജൂദിൽ നിന്ന് ഉയരുമ്പോ, അത്തഹിയാത്തിലേക്ക് വരുമ്പോ, ഈ ഓരോ സമയത്തും തക്ബീർ ചൊല്ലുമ്പോൾ മുസ്തഖില്ലൻ സെപ്പറേറ്റ് ഇങ്ങനെ കരുതണോ കരുതണ്ടേ പോലത്തെ ചർച്ചകളൊക്കെയും വളരെ വ്യക്തമായി ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്യുന്നു. ഞാൻ പറയുന്നത് നമ്മുടെ ഖിറാഅത്ത് എന്നൊരു വിഷയം പലപ്പോഴും സാധാരണക്കാര് ഇമാമിന് അബദ്ധം വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്നാണ്ട് ഓതിക്കൊടുക്കും. പക്ഷെ നമ്മളിപ്പോ അത് പലപ്പോഴും നമ്മുടെ കൽബിൽ വരുന്നൊരു ഉദ്ദേശം എന്തുമാത്രം തന്നെയായിരിക്കും, ഇമാമിന് വരുന്ന ഒരു അബദ്ധം, ഇമാമിനൊരു ഓത്ത് കിട്ടിയില്ല, ഒരു ആയത്തോതാൻ കിട്ടിയില്ല, അത് തിരുത്തൽ മാത്രമായിരിക്കും ഉദ്ദേശം. അങ്ങനെ വരുന്ന സമയത്ത് ആ നിസ്കാരം ബാത്തിലാകും. പിന്നെ ഞാൻ ഇതൊക്കെയും പറയുന്നത് ഏതെങ്കിലൊക്കെയും കൗലും കീലി എവിടെങ്കിലൊക്കെയും ഉണ്ടായേക്കാം, അല്ലാഹു തആല. പക്ഷേ നമ്മുടെ ജീവിതത്തില് ഫറള് ഐനായ കാര്യങ്ങൾ നിസ്കാരമാവുമ്പോ ജമാഅത്തായി നിസ്കരിക്കുമ്പോ ആ ജമാഅത്തായി നിസ്കാരം സഹീഹാവാനുള്ള, ആ ജമാഅത്തിന്റെ കൂലി ലഭിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ അറിയണം, പഠിക്കണം. അപ്പൊ തന്നെ നമുക്ക് ആ ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ ഇനിയും അറിയൽ നിർബന്ധമായ പലതിലേക്കും നമ്മുടെ ചർച്ചകൾ കടക്കാനുണ്ട്. അല്ലാഹു തആല പഠിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് 1-2 കാര്യങ്ങൾ ഞാൻ ഒരു ഭാഗം പറയാം. അത് പറയുമ്പോഴേക്ക് അല്ലാഹു ഒരു വിഷയം 1-2 ദിവസം മുന്നേ സൂചിപ്പിച്ചപ്പോ, കാരണം ഓരോ വിഷയങ്ങളും ചെയ്യുന്നതിൽ അബദ്ധം വരുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോഴാണല്ലോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നാ അതൊന്ന് പഠിക്കണം എന്നുള്ള ഒരു താല്പര്യം വരിക. ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രയോ ഖത്തമുകൾ നമ്മൾ ഓതി തീർക്കുന്നവരാണ്, ഓതി തീർത്തവരുമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ സുജൂദ് ചെയ്തവരും ചെയ്യാത്തവരുമുണ്ട്. ആ സുജൂദിനൊക്കെ വലിയ മഹത്വങ്ങൾ, അതിൻ്റെയൊക്കെ വലിയ മഹത്വങ്ങൾ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്. ആ മഹത്വങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ മഹത്വങ്ങളൊക്കെയും മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ഇനി ആ സുജൂദ് ചെയ്യുമ്പോ ഒരു തെറ്റ് സംഭവിക്കരുത് എന്ന ഒരു ചിന്ത പലവർക്കും എത്താൻ കാരണം. ആ നിലക്ക് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ടത് തിലാവത്തിന്റെ സുജൂദ്, പിന്നെ അവിടെ നമ്മളൊക്കെയും മനസ്സിലാക്കിയതുപോലെ വെറും സുജൂദ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സൂറത്തോട് അത് പാടില്ല. വെറും ഉബന്റെ ഉദ്ദേശം എന്ത് മാത്രമാണ്, നിസ്കാരത്തിൽ ഒരു സുജൂദ് ചെയ്യാൻ വേണ്ടി മാത്രം സജദയുടെ ആയത്തുള്ള സൂറത്ത് തെരഞ്ഞു പിടിച്ചു ഓതുക. അത് ഹറാമാണ്, അത് പാടില്ല. അത് ചെയ്താൽ എന്താ കുഴപ്പം?
ഈ സൂറത്ത് ഓതൽ കൊണ്ട് എന്താവൂല, നിസ്കാരം ബാത്തിലാവൂല. ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ പറയും. ഇപ്പൊ ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന സൂറത്ത് ഓതുകയാണ്. എങ്ങനെ അവതത് വ്യക്തമായി മനസ്സിലാക്കാണ്ട് ഓന് ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന സൂറത്ത് ഓതാൻ പോവുകയാണ്. ഓനക്കറിയാ ഇതിൽ എന്തുണ്ട്, ഒരു തിലാവത്ത്, ഒരു സജദയുടെ ആയത്ത്, വസ്തുദ് വഖ്തരിബ് എന്ന ഒരു സജദയുടെ ആയത്ത് ഇതിന്റെ ലാസ്റ്റ് ഉണ്ട്, ഓനക്കറിയാം. നേരെ മറിച്ച് അങ്ങനെ ഓനൊരു ഓതി അത് തെറ്റല്ല. നേരെ മറിച്ച് ഓന്റെ ലക്ഷ്യം എന്ത് മാത്ര, ഓൻക്ക് ഒരു തിലാവത്തിന്റെ സജദയുടെ ആയത്തോതി ഒരു തിലാവത്തിന്റെ സുജൂദ് ചെയ്യാനുള്ള ആഗ്രഹം മാത്രം കണക്കിലെടുത്ത് ഓന് ഈ സജദയുടെ ആയത്തുള്ള ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന സൂറത്ത് തെരഞ്ഞെടുത്ത് ഓതുക. ഈ തെരഞ്ഞെടുത്ത് ഓതി എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. ആ ഓതി ഈ ഒരു ഉദ്ദേശം വെച്ച് മാത്രം ഓൻ ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന സൂറത്ത് ഓതുകയും വസ്തുദ് വഖ്തരിബ് എന്ന സൂറത്ത് ആയത്ത് ഓതിയ ഉടനെ അവൻ സുജൂദിലേക്ക് പോവുകയും ചെയ്താൽ തബ്തുലു സ്വലാത്തു, നിസ്കാരം അവിടെ ബാത്തിലാകും. നിസ്കാരം അവിടെ ബാത്തിലാകും. അവിടെ തന്നെ ഒരു മസ്അല കൂടി സജദയുടെ ആയത്തുള്ള ഒരു സൂറത്ത് ഓതുക. എന്താ ഓന്റെ ഉദ്ദേശം? സുജൂദ് ചെയ്യലാ ഉദ്ദേശം. ഓന് സുബഹിന്റെ ശേഷം ഖുർആൻ ഓതിയതല്ല, അത് വ്യത്യാസമുണ്ട്. അയാള് സാധാരണ ഇപ്പോ ഖുർആൻ ഓതാൻ പറ്റാവുന്ന സമയങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ സമയമാണ് സുബഹിന്റെ ശേഷം ഖുർആൻ ഓതുക എന്നുള്ളത്. സുബഹി നിസ്കാരം കഴിഞ്ഞ് കുറച്ച് ഖുർആൻ ഓതുകയാണ്. ആ ഖുർആൻ ഇങ്ങനെ ഓതുന്നതിന്റെ ഇടയിൽ സജദയുടെ ആയത്ത് കടന്നു വന്നു, സുജൂദ് ചെയ്യാം. പക്ഷെ ഇത് പറഞ്ഞത് എങ്ങനെയാണ്? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു സുജൂദ് ചെയ്യാൻ വേണ്ടി മാത്രം സജദയുടെ ആയത്തുള്ള ഒരു സൂറത്ത് നോക്കി ഓതുക. എന്താ അവന്റെ ഉദ്ദേശം? ഈ സുജൂദ് ചെയ്യലാണ് അവന്റെ ഉദ്ദേശം. അത് പാടില്ല, അത് ഹറാമാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ സജദയുടെ സുജൂദ് ചെയ്യുമ്പോ 10 ഷർത്തുകൾ എന്തായാലും സദാചാരക്കാർ വളരെയധികം പഠിക്കണം. അപ്പോഴേ നമ്മുടെ അമല് സഹിയാവണം. നമ്മൾ ചിലപ്പം കാരണം കൂടാതെ ഒരു സുജൂദ് ചെയ്യാൻ പാടില്ല. കൂട്ടത്തിൽ ഞാൻ അവിടെ പറയട്ടെ, ഈ ഗൾഫുകാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കേരളത്തിലും ചില ആളുകൾ അത് ചെയ്തു വരുന്നതായി അപൂർവമായി കണ്ടിട്ടുണ്ട്. നിസ്കാരക്കും കഴിഞ്ഞ് ദുആ എല്ലാം കഴിഞ്ഞാൽ കാണാൻ ഓലിങ്ങത്തി എഴുന്നേൽക്കാൻ നേരത്തെ നെറ്റിത്തറ ഒന്നും പാടത് നിലത്ത് വെക്കും. അത് ഗൾഫില് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതങ്ങനെ ഒരു സ്വഭാവം എന്തല്ല ഹംസ അതല്ല ഉദ്ദേശിച്ചത്. ഓല് സുജൂദ് നിസ്കാരക്കും കഴിഞ്ഞ് നീക്കാ നേരത്ത് ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരോട് വലിയൊരു മഹത്താണ്. അതായത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി മാത്രം ഒരു സുജൂദ് മാത്രം ചെയ്യാം. അങ്ങനെ ഒരു അമലില്ലാണ്. അങ്ങനെ എന്തില്ല, ഒരു അമലില്ല. വെറും അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യുക, സുജൂദ് ചെയ്യുക. വലാ യഹില്ലു തഖറബു ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് സാമീപ്യം കരസ്ഥമാക്കൽ ഹലാലല്ല. ബിസജദത്തിൻ, സുജൂദ് കൊണ്ട്, ബിലാ സബബിൻ, ഒരു കാരണവും കൂടാതെ, വലൗ ബഅദ സ്വലാത്തി, അത് നിസ്കാരത്തിന്റെ ശേഷമാണെങ്കിലും ശരി. നിസ്കാരത്തിന്റെ ശേഷാണ്. അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരു സുജൂദ് ചെയ്തിട്ട് എഴുന്നേൽക്കുക, അത് ഹറാമാണ്. അതേമാതിരിക്ക് തന്നെ മഹാന്മാരുടെ മുമ്പിൽ ചില ജാഹിലീങ്ങൾ, അങ്ങനെ കേരളത്തിൽ ചില തെരീക്കത്തിന്റെ അഹ്ലികാര്, കള്ള തെരീക്കത്തുകാര്, അവരുടെ മുരീദന്മാര് ഷെയ്ഖിന്റെ മുമ്പിൽ എന്താക്കുക, സുജൂദ് ചെയ്യുക. പാകിസ്ഥാനികൾ ചെയ്യാറുണ്ട്. ഇനിയിപ്പോ നമ്മളീ പറഞ്ഞത് നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരമാണ് കേട്ടോ. ഇനി നമ്മളെ മറ്റു മദ്ഹബിൽ അങ്ങനെ വെറും സുജൂദ് ചെയ്യാൻ പറ്റുമോ എന്നതിലേക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ചിലപ്പം വേറെ ഏതെങ്കിലും മദ്ഹബിൽ സ്വന്തക്ക് സുജൂദ് മാത്രം ചെയ്യാമെന്നൊരു മസ്അലയുണ്ടോ, അതിലേക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരം വെറും ഒരു കാരണവുമില്ലാതെ വെറുതെ ഒരു സുജൂദ് ചെയ്യാം. ഒന്നിരിക്ക ശുക്രിന്റെ സുജൂദ്,
അല്ലെങ്കിൽ ഒരു ആയത്ത് ഓതിയ സജദയുടെ ആയത്ത് ഓതിയതിന്റെ പേരിൽ എന്താക്കുക ഒരു സുജൂദ് ചെയ്യുക. ഒരു കാരണമില്ലാതെ ഒരു ഒലുണ്ടാക്കിയിട്ട് അള്ളാഹു താലായിലേക്ക്, കാരണം ഏറ്റവും അള്ളാഹുവിലേക്ക് അടുക്കുന്ന സമയം സുജൂദാണല്ലോ അല്ലെ, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അള്ളാഹുവിലേക്കൊരു മനുഷ്യൻ ഏറ്റവും അടുക്കുന്ന സമയം ഏതാണ്? സുജൂദാണ്. എല്ലാവരും ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കണം. വ്യത്യസ്തമായ പൂവുകൾ വരുമ്പോ പൂവിന്റെ എണ്ണത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പോ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന സമയം സുജൂദാ. കാരണം എന്താ? അതിനെന്താ കാരണം? ഒരു മനുഷ്യൻ, മാഷാ അല്ലാഹ്, അബുവാസി ഉസ്താദ് എത്തി. അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു പ്രത്യേകമായ വിഷയത്തിലേക്ക് തുടങ്ങാൻ സമയമില്ല. അബുവാസി ഉസ്താദ് റൈസാൻ ചെയ്യണം. ഏതായാലും എല്ലാവരും തജ്വീദിന്റെ മഖ്റജിന്റെ ക്ലാസും കാത്തിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ബാക്കി കാര്യങ്ങൾ തിലാവത്തിന്റെ സുജൂദിന്റെ സജദയുടെ ആയത്തോടുമ്പോൾ ഈ സുജൂദിന്റെ മസ്അല ഇൻഷാ അല്ലാഹ് നമുക്ക് വ്യക്തമായി പഠിക്കാനും കേൾക്കാനും നമ്മുടെ ജീവിതത്തിൽ ഒരു നിബന്ധനയൊത്ത അല്ലെ, നല്ലൊരു നിബന്ധനയൊത്ത ഒരു 14 സുജൂദ് ഒരു ഖത്തം ഓതി തീർക്കുന്നതിന്റെ ഇടയിൽ 14 സുജൂദ് ചെയ്യാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അത് പറയുമ്പോ അതിന്റെ ഷർത്തുകളും അതിന്റെ ഫർളുകളും പറയുമ്പോ ചെയ്തവരൊക്കെയും സാധാരണക്കാർ ചിന്തിക്കും, റബ്ബേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം നമ്മുടെ ക്ലാസ് റൂമിൽ 90% ശ്രോതാക്കൾ വെറും സാധാരണക്കാരാണ്. അപ്പൊ അവർക്കത് ഉപകരിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോ അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവര് ക്ലാസ് റൂമിൽ ഉണ്ട് എന്ന നിലക്കാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് എടുക്കുന്നത്. അല്ലാഹു തആല പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. എന്റെ അബു ആസിം ഉസ്താദിന്റെ പൂവൊക്കെ കണ്ടിയല്ല. അബു ആസിം ഉസ്താദ് ശബ്ദം കേൾക്കുന്നില്ലേ? അബു ആസിം ഉസ്താദ് ശബ്ദം കേൾക്കുന്നില്ലേ? പോയോ? ഈസിയായ പിന്നീടുള്ള സമയത്ത് ചർച്ച ചെയ്യാം. ഉസ്താദിനെ ആദരപൂർവ്വം മൈക്കയിലേക്ക് ക്ഷണിച്ച് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.